ഇവിടെയുള്ള എല്ലാ കർത്താവിൻ്റെ ശുശ്രൂഷക്കാരെ അഭിനന്ദിക്കുന്നു, ആദരിക്കുന്നു. ചേർന്ന ഈ ചർച്ചിലെ എല്ലാ എൽഡേഴ്സ്, യൂത്ത് എല്ലാവർക്കും കർത്താവിൽ വീണ്ടും വന്ദനം. ആമേൻ. പുതുവർഷത്തിൻ്റെ ആരംഭമാസത്തിൽ തന്നെ നിങ്ങളുടെ മുമ്പിൽ കർത്താവിന് സാക്ഷിയായി നിൽക്കുവാൻ എനിക്ക് ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വചനത്തിലേക്ക് നമുക്ക് തിരിയാൻ. രാവിലത്തെ എടുത്ത വചനം എഫേസ്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്ര ഇട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഡു നോട്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആമേൻ. രാവിലെ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരികയായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ വെള്ളത്തിൻ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്ന ആത്മാവെന്ന് വചനത്തിൽ വായിക്കുന്നു. പരിശുദ്ധാത്മാവ് ആമേൻ ഈസ് ദ സോഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. ആമേൻ. അന്തരീക്ഷം, സ്വർഗത്തിൻ്റെ അന്തരീക്ഷത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ആ സ്വർഗത്തിൻ്റെ അന്തരീക്ഷം, ഈ പരിശുദ്ധാത്മാവ് ആരുടെയൊക്കെ ജീവിതത്തിൽ വസിക്കുമോ അവരുടെ ജീവിതത്തിൽ സ്വർഗത്തിൻ്റെ അന്തരീക്ഷത്തെ അവൻ കൊണ്ടുവരും. ആമേൻ. ആരുടെയൊക്കെ കുടുംബത്തിൽ ഈ പരിശുദ്ധാത്മാവ് വസിക്കുമോ ആ കുടുംബത്തിൽ സ്വർഗത്തിൻ്റെ അറ്റ്മോസ്ഫിയറിനെ കൊണ്ടുവരും. ആമേൻ. ഏതൊക്കെ സഭകളിൽ ഈ പരിശുദ്ധാത്മാവ് വസിക്കുമോ, നിറഞ്ഞു വസിക്കുമോ, ആ സഭയിൽ സ്വർഗത്തിൻ്റെ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കും. The atmosphere of heaven shall be filled in every church where the Holy Spirit dwells. Hallelujah. പരിശുദ്ധാത്മാവ് നിറഞ്ഞു വസിക്കുന്ന ഇടത്തിൽ സ്വർഗത്തിൻ്റെ അന്തരീക്ഷം നമുക്ക് അനുഭവിപ്പാൻ സാധിക്കും. സ്വർഗത്തിൻ്റെ അന്തരീക്ഷം അത് സ്നേഹത്താലും സന്തോഷത്താലും സമാധാനത്താലും നിറഞ്ഞ അന്തരീക്ഷമാണ് സ്വർഗത്തിൻ്റെ അന്തരീക്ഷം. അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഈ ലോകത്തിൻ്റെ ദുഃഖം, ഈ ലോകത്തിൻ്റെ പ്രയാസം, ഇതെല്ലാം നമ്മൾ മറന്നു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളതുപോലെ നമുക്ക് തോന്നും. നമുക്കൊന്നിനും കുറവില്ലെന്ന് തോന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മ എല്ലാത്തിലും തൃപ്തിയായിരിക്കുന്ന പോലെ, കണ്ടന്റ് ആയിരിക്കുന്ന പോലെ, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ അനുഭവപ്പെടും. ആ സ്വർഗത്തിൻ്റെ അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ Hallelujah. We are called to live in the atmosphere of heaven. സ്വർഗത്തിന്റെ അന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് നമ്മെ കർത്താവ് വിളിച്ചത്. ആ അന്തരീക്ഷം പരിശുദ്ധാത്മാവിനാലാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ആകയാൽ ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ഈ ആത്മീക അന്തരീക്ഷം കെട്ടുപോകും. ഈ ആത്മീക അന്തരീക്ഷം കെട്ടുപോകും ഈ ആത്മാവിനെ ദുഃഖിപ്പിച്ചാൽ. So do not grieve the Holy Spirit. നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജീവിക്കണമോ? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിങ്ങൾ ജീവിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഭരിക്കുവാൻ നിങ്ങൾ അനുവദിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഭരിക്കുവാൻ അനുവദിക്കണം. ഹല്ലേലൂയ, ആമേൻ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ കാണുന്നു. ആമേൻ. 8:6 ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ എന്ന് എഴുതിയിരിക്കുമ്പോൾ for to be carnally minded is death, but to be spiritually minded is life and peace. മറ്റൊരു ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നു the mind that governed by the spirit is life and peace. ആത്മാവിനാൽ ഭരിക്കപ്പെടുന്ന മനസ്സ്. ആമേൻ. ആത്മാവ് നമ്മുടെ മനസ്സിനെ ഭരിക്കുമ്പോഴാണ് ലൈഫ്, ജീവനും സമാധാനവും അനുഭവിക്കാൻ കഴിയും. The mind governed by the flesh is death, but the mind governed by the spirit is life and peace. Amen. The mind governed by the spirit is life and peace. ഡെത്ത് എന്ന് വെച്ചാൽ സെപ്പറേഷൻ. ദൈവികതയിൽ നിന്ന്, ദൈവികമായതിൽ നിന്ന്, ജീവനിൽ നിന്ന് സെപ്പറേറ്റ് ആകുക, അകന്നു പോകുന്ന ഡെത്ത്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ, ജീവൻ അനുഭവിപ്പാൻ കഴിയുന്നത് ആത്മാവിനാലാണ്. ജഡത്താൽ ഭരിക്കപ്പെട്ടാൽ
മരണം, സെപ്പറേഷൻ അനുഭവിക്കും. ദൈവികമായത് അനുഭവിപ്പാൻ കഴിയാതെ വരും. എന്നാൽ ആത്മാവിനാൽ ഭരിക്കപ്പെട്ടാൽ ദൈവികമായത് നമുക്ക് അനുഭവമായി മാറും. ജീവനും സമാധാനവും നമ്മൾ അനുഭവിക്കുവാൻ തുടങ്ങും. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. സോ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിനെ ഗവൺ ചെയ്യുവാൻ, ഭരിക്കുവാൻ അനുവദിക്കുക. ആത്മസ്നാനം എന്ന് വെച്ചാൽ എന്തുവാണ്? യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിലൂടെ നമ്മുടെ ആത്മാവിലേക്ക് വന്ന പരിശുദ്ധ ആത്മാവ് നമ്മുടെ ദേഹിയുടെ മേലും നമ്മുടെ ശരീരത്തിൻ്റെ മേലും നിറഞ്ഞ് വാഴുന്ന, ഭരിക്കുന്നതിനാണ് ആത്മസ്നാനം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നമ്മുടെ ദേഹിയും നമ്മുടെ ദേഹവും പൂർണ്ണമായി വിധേയപ്പെടുന്നതിനാണ് ആത്മാവിൽ മുക്കുക, ആത്മാവിൽ ഉള്ള സ്നാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആത്മസ്നാനം കിട്ടുന്ന നിമിഷം മുതൽ ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു ഭയങ്കര ചേഞ്ച് കാണാൻ പറ്റും. ചിന്ത അവരുടെ മാറിപ്പോകും. അവർ മാറ്റുന്നതല്ല, ഈ സ്പിരിറ്റ്, ഈ ഹോളി സ്പിരിറ്റ് മാറ്റും. അവരുടെ സംസാരം ഭയങ്കരമായിട്ട് ചേഞ്ച് ആകും. അവരുടെ ഡിസയർ, അവരുടെ ആഗ്രഹങ്ങളെല്ലാം മാറിപ്പോകും. അത് ഞാൻ അനുഭവിച്ചതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഈ ചേഞ്ച് സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്, ഹോളി സ്പിരിറ്റിനാലാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കാരണം സ്വർഗത്തിൻ്റെ അന്തരീക്ഷം, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെ അന്തരീക്ഷത്തെ നമ്മളിൽ അനുഭവമാക്കി തരുന്നത് ഈ പരിശുദ്ധ ആത്മാവാണ്. പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും ഈ ആത്മീക അന്തരീക്ഷം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, സഭയിൽ അനുഭവിപ്പാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. Live in the atmosphere of heaven. Live in the atmosphere of heaven. ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കാരണം വചനത്തിൽ എഴുതിയിരിക്കുന്നു, ഹി ഈസ് ദ കംഫോർട്ടർ. കംഫോർട്ടർ എന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നു, ആശ്വാസദായകൻ, ആശ്വാസം തരുന്നവൻ, ആശ്വസിപ്പിക്കുന്നവൻ ആണ് പരിശുദ്ധാത്മാവ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് സഹിപ്പാൻ കഴിയാത്ത ഹൃദയവേദന, നമുക്ക് സഹിപ്പാൻ കഴിയാത്ത ദുഃഖങ്ങൾ വരുമ്പോൾ ആ ദുഃഖത്തെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റുവാൻ മനുഷ്യന്റെ ഒരു വാക്കുകൾക്കും സാധ്യമാകാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമാണ് നമ്മുടെ രക്തബന്ധങ്ങൾ വേർപെടുമ്പോൾ ഉണ്ടാകുന്ന പെയിൻ. ഒരു വൈഫിന് ഹസ്ബൻഡ് ആയിരിക്കും, ഹസ്ബൻഡിന് വൈഫായിരിക്കും, മാതാപിതാക്കൾക്ക് മക്കളായിരിക്കും, മക്കൾക്ക് മാതാപിതാക്കളായിരിക്കും, സഹോദരങ്ങളായിരിക്കും. രക്തബന്ധങ്ങൾ, നമുക്ക് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളവർ, അടുത്തുള്ളവർ, നമുക്ക് പ്രിയപ്പെട്ടവർ ഈ ലോകം വിട്ടു പോകുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകുന്ന പെയിൻ, നമ്മുടെ അകത്തുണ്ടാകുന്ന വേദനയെ ആശ്വസിപ്പിക്കുവാൻ ഈ പരിശുദ്ധാത്മാവിന് സാധ്യമാണ്. ഹല്ലേലൂയ. നിങ്ങളെ കൊണ്ട് ഓവർകം ചെയ്യുവാൻ കഴിയാത്ത ആ ദുഃഖത്തെ ടോട്ടലി മുഴുവനായി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അത് എടുത്തു മാറ്റുവാൻ ഈ പരിശുദ്ധാത്മാവിന് സാധിക്കും. ഈ പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചാൽ പിന്നെ ആ പെയിൻ നിങ്ങൾ വീണ്ടും ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തിൽ അത് അനുഭവപ്പെടത്തില്ല. ദ കംഫോർട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഞാനിത് സംസാരിക്കുമ്പോൾ രക്തബന്ധങ്ങളുടെ വേർപാട് നിമിത്തം ദുഃഖത്തിലാണ്ട് പോയ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന കംഫോർട്ട് ഇപ്പോൾ യേശുവിൻ നാമത്തിൽ വ്യാപരിക്കട്ടെ. ആ ഹൃദയങ്ങളെ ഹോളി സ്പിരിറ്റ് കംഫോർട്ട് ചെയ്യട്ടെ. The comfort of the Spirit, the comfort of the Holy Spirit, the comfort of the Holy Spirit. Brokenness by the Spirit. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രവർത്തനമാണ്. ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ നടക്കുമ്പോൾ ഹൃദയ തകർച്ചയുണ്ടാകും. ബ്രോക്കൺനെസ്, ഹൃദയ കാഠിന്യം തകർക്കപ്പെടും ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ആവസിക്കുമ്പോൾ. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ അകന്നു പോകുമ്പോൾ
നമ്മുടെ ഹൃദയം കഠിനമായി പോകും. നിങ്ങൾ എത്ര പേർ അനുഭവിച്ചിട്ടുണ്ട്? പാട്ടിൻ്റെ ഒരു വരി പാടുമ്പോഴേ കണ്ണ് നിറഞ്ഞ് കവിയാൻ, പ്രാർത്ഥിപ്പാൻ വേണ്ടി ഇരുന്ന് യേശുവേ എന്ന് വിളിക്കുമ്പോൾ കണ്ണ് നിറയുന്ന അനുഭവം. ദുഃഖിതരായിട്ടല്ല, നിങ്ങൾക്കൊരു നിരാശ വരുന്ന ഒരു പ്രശ്നമുണ്ടായിട്ടല്ല, എന്നാൽ ആ സാന്നിധ്യം നിമിത്തം the presence of the Holy Spirit brings the brokenness in the heart. ഹൃദയങ്ങളിൽ brokenness, ആ ഹൃദയ തകർച്ച. ഈ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നമ്മൾ ജീവിച്ചാൽ ആ ഹൃദയ തകർച്ച നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുവാൻ തുടങ്ങും. നിങ്ങൾക്ക് ആ പ്രസൻസ് പിന്നെ സെൻസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ആ ബ്രോക്കൺനെസ് അനുഭവിപ്പാൻ സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ റിയൽ ഗോഡ്സ് പ്രസൻസുമായിട്ടുള്ള എൻകൗണ്ടർ നിങ്ങൾ മിസ് ചെയ്യും, ഹൃദയം കഠിനപ്പെട്ടു പോയാൽ. എന്നാൽ നമുക്ക് ആ ബ്രോക്കൺനെസ് നമുക്കുണ്ടാക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിനാലാണ് ആ ബ്രോക്കൺനെസ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത്. ആരുടെയെങ്കിലും ഹൃദയം കഠിനപ്പെട്ടു പോയെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ വീണ്ടും ആ ബ്രോക്കൺനെസ് നിങ്ങളുണ്ടാകട്ടെ. ലോകത്തിന് നിങ്ങൾ വലിയ ആളായിരിക്കും, സമ്പത്ത് കാണുമായിരിക്കും, പലതും കാണുമായിരിക്കും, ഓഫീസറായിരിക്കും. എന്നാൽ അവൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആരാണെന്നുള്ളതെല്ലാം നിങ്ങൾ മറന്നു പോകുന്നതും, ദൈവം ആരാണെന്ന് നിങ്ങൾ ഓർക്കുന്നതും, അവനെ ഓണർ ചെയ്ത് അവനെ വർഷിപ്പ് ചെയ്യുമ്പോൾ ആ ഹൃദയ തകർച്ച. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. റോമാലേഖനം 2:29 ആത്മാവിനാൽ ഉള്ള ഹൃദയ പരിച്ഛേദന എന്നെഴുതിയിരിക്കുന്നു. അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിൽ ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അവന് മനുഷ്യനല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ഹല്ലേലൂയ. Circumcision of the heart by the Spirit. ഹൃദയത്തിന് പരിച്ഛേദന നൽകുന്നത് പരിശുദ്ധ ആത്മാവാണ്. ചിന്തകൾക്ക്, മനസ്സിന് പരിച്ഛേദന നൽകുന്നത്, നമ്മൾ എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കല്ല, നമ്മുടെ ഹൃദയത്തിൽ എന്ത് വേണം, എന്ത് വേണ്ട, അതിനെ പരിച്ഛേദന തരുന്നത് പരിശുദ്ധാത്മാവാണ്. ആത്മാവിനാലുള്ള ഹൃദയ പരിച്ഛേദന നമ്മുടെ ഉള്ളിൽ നടക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ആകാത്ത ചിന്തകളും ആകാത്ത കാര്യങ്ങളെല്ലാം സെപ്പറേറ്റഡ് ആകുന്നത്. അത് നമുക്കുണ്ടാക്കാൻ പറ്റത്തില്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഹല്ലേലൂയ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. എന്നാൽ ഹൃദയത്തെയും മനസ്സിനെയും ശുദ്ധമാക്കുന്നത് എങ്ങനെയാണ്? ആത്മാവിനാൽ നടക്കുന്ന ഹൃദയ പരിച്ഛേദനയാലാണ്. ഈ ഹൃദയ പരിച്ഛേദന ആരാണ് ചെയ്യുന്നത്? പരിശുദ്ധ ആത്മാവാണ്. ഹല്ലേലൂയ. ഇറ്റ്സ് ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നിങ്ങൾ നടന്നു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റുവാൻ ശ്രമിച്ചിട്ടും മാറ്റുവാൻ കഴിയാതിരുന്ന നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ, ആഗ്രഹങ്ങൾ, ഓർമ്മകളെല്ലാം അത് നിങ്ങൾക്ക് ഓർക്കാൻ പോലും വയ്യാതെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകും. ആത്മാവിനാലുള്ള ഹൃദയ പരിച്ഛേദന നിങ്ങളുടെ ഉള്ളിൽ സംഭവിച്ചു കഴിയുമ്പോൾ. ഹല്ലേലൂയ. ആത്മാവിനാലുള്ള ഹൃദയ പരിച്ഛേദന നിങ്ങളുടെ ഉള്ളിൽ നടന്നു കഴിയുമ്പോൾ ആമേൻ, നിങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റിക്കളയുവാൻ നിങ്ങൾ പരിശ്രമിച്ച പല ചിന്തകളായിരിക്കും, പല തോട്ട്സുകളായിരിക്കും, സിൻഫുൾ തോട്ട്സ്, ഈവിൾ തോട്ട്സ്, നെഗറ്റീവ് തോട്ട്സ്, അതെല്ലാം മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും ആത്മാവിൻ്റെ ഹൃദയ പരിച്ഛേദന നടന്നു കഴിയുമ്പോൾ.
കരം ഉയർത്തി പ്രാർത്ഥിച്ചേ, അത് നിങ്ങളിൽ സംഭവിക്കട്ടെ. പ്രാർത്ഥിച്ചേ. ലെറ്റ് ഇറ്റ് ഹാപ്പൻ, ലെറ്റ് ഇറ്റ് ഹാപ്പൻ, ലെറ്റ് ഇറ്റ് ഹാപ്പൻ, ലെറ്റ് ഇറ്റ് ഹാപ്പൻ. ഞാൻ മനസ്സിനെ മാറ്റുവാൻ ശ്രമിച്ചു, ഞാൻ ചിന്തകളെ ചേഞ്ച് ചെയ്യുവാൻ ശ്രമിച്ചു. എൻ്റെ ശ്രമം കൊണ്ട് നടക്കാത്തത് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ, ആത്മാവിനാൽ നടക്കുന്ന ഹൃദയ പരിച്ഛേദന എന്നിൽ സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. 2 തെസ്സലോനിയർ 2:13. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. ഞങ്ങളോ കർത്താവിനു പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടംപെട്ടിരിക്കുന്നു. ഇംഗ്ലീഷിൽ പറയുന്നു സാങ്ക്ടിഫയിങ് വർക്ക് ഓഫ് ദ സ്പിരിറ്റ് and through belief in the truth. Sanctifying work of the spirit. ഒന്ന് ചേർന്ന് പറഞ്ഞേ, sanctifying work of the spirit. ആത്മാവിനാൽ നടക്കുന്ന വിശുദ്ധീകരണം. ഹല്ലേലൂയ. ആത്മാവിൻ്റെ രക്ഷ നടന്നു കഴിഞ്ഞു, ദേഹിയുടെ രക്ഷ നടന്നുകൊണ്ടിരിക്കുന്നത്. സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദ സോൾ. വചനം കേൾക്കുന്നതിലൂടെ, യേശുവിൻ്റെ രക്തത്താൽ, ദൈവാത്മാവിനാൽ സാങ്ക്ടിഫിക്കേഷൻ ഓർ റിഡംഷൻ ഓഫ് ദ സോൾ, ദേഹിയുടെ രക്ഷ, വീണ്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കുവാൻ പോകുന്നു. ഈ ദേഹി മണ്ഡലവും ശരീരമെന്ന മണ്ഡലവും, ഈ 2 മേഖലകളിൽ ഈ ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനത്താലാണ് ഈ മാറ്റങ്ങൾ, ഈ വർക്ക് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദ സോൾ നമ്മളിൽ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ആകയാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആത്മാവിനെ ദുഃഖിപ്പിച്ചാൽ നിങ്ങളിൽ വിശുദ്ധീകരണം നടക്കത്തില്ല. കാരണം വിശുദ്ധീകരിക്കുന്നവൻ പരിശുദ്ധാത്മാവാണ്. അവനെ കൂടാതെ നിങ്ങൾക്ക് നിങ്ങളെ വിശുദ്ധീകരിപ്പാൻ സാധിക്കത്തില്ല. പലപ്പോഴും നമ്മൾ പലതിലും ശ്രമിച്ചിട്ട് തോറ്റുപോകുന്നത്, മാറ്റം വരാതിരിക്കുന്നത് നമ്മളുടെ സ്വയം കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഫെലോഷിപ്പ്, കൂട്ടായ്മയിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് പ്രവർത്തിപ്പാൻ നമ്മൾ അനുവദിക്കുന്നതിലൂടെയാണ് ആമേൻ സാങ്ക്ടിഫിക്കേഷൻ നമ്മളിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദൈവാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിച്ചാൽ, കെടുത്തി കളഞ്ഞാൽ നമ്മളിൽ സാങ്ക്ടിഫിക്കേഷൻ നടക്കത്തില്ല. നമ്മൾ പണ്ട് എന്തായിരുന്നോ അതിലും മോശമായ ആളായി തീരും വിശ്വാസത്തിൽ വന്നതിന് ശേഷം. എന്നാൽ നമ്മൾ യേശുവിനെ പോലെ ആയി തീരണമെങ്കിൽ നമ്മളെ ആക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യേശു പറഞ്ഞു, ആമേൻ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. സോ ഫലം ഉളവാകുന്നത് അത് കർത്താവിനാൽ മാത്രമാണ്. ബൈബിൾ പറയുന്നത് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ വിശുദ്ധി വെളിപ്പെട്ട് വരുന്നത്, ആ കരുണ വെളിപ്പെട്ട് വരുന്നത്, ആ ദയയും ക്ഷമയും ഒക്കെ വെളിപ്പെട്ട് വരുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ്. ഹല്ലേലൂയ. ആകയാൽ വിശ്വാസിയിൽ വിശുദ്ധീകരണം നടക്കണമോ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള നല്ല കൂട്ടായ്മയിൽ ജീവിച്ചോണം. ഇല്ലെങ്കിൽ ഹോളി സ്പിരിറ്റിനെ പിണക്കിയാൽ നിങ്ങളിൽ വിശുദ്ധീകരണം നടക്കത്തില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും നടക്കത്തില്ല, അല്പം പോലും നടക്കത്തില്ല. ആമേൻ. എന്നാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ നിങ്ങൾ നാളുകളായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ മേഖലകൾ, അതിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരായിത്തീരും. നിങ്ങളുടെ ആ സ്ട്രഗിളും മാറും. നിങ്ങളൊരു വലിയ ഡിവൈൻ ഫ്രീഡം നിങ്ങൾ അനുഭവിക്കും. അതാണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമെന്ന് റോമർ 8:2 എഴുതിയിരിക്കുന്നു. അത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. For the law of the spirit of life in Christ Jesus has set us free from the law of sin and death. Amen. പാപത്തിൻ്റെ മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന്, law of sin and death. Hallelujah. Amen. Hallelujah. Praise the Lord. So sanctification work നമ്മളിൽ നടത്തുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ആകയാൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. താങ്ക് യു ജീസസ്. റോമർ 8:13 നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം.
ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ. ദേഹി മണ്ഡലത്തെ കുറിച്ച് പറഞ്ഞു. അവിടെയും പരിശുദ്ധാത്മാവിനെയാണ് പറയുന്നത്. ദേഹി മണ്ഡലത്തിന്റെ വിശുദ്ധീകരണം. ഇവിടെ ശരീരത്തിന്റെ വിശുദ്ധീകരണത്തെ കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. ശരീരത്തിന്റെ പ്രവൃത്തികൾ, നമ്മൾ ഇച്ഛിക്കാത്തത് ചെയ്യുന്നു, നമ്മൾ ഇച്ഛിക്കാത്തത് പറയുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നില്ല അത് പറയണമെന്ന്, എന്നാൽ വായി വന്നു പോകുന്നു. ആമേൻ. ദൂഷണങ്ങൾ, മോശമായ വാക്കുകൾ, തെറ്റായ വാക്കുകൾ, ദേഷ്യപ്പെട്ട് മോശമായ വാക്കുകൾ ദേഷ്യത്തിൽ നിന്ന് നമ്മുടെ അധരത്തിലൂടെ പുറപ്പെടുന്നു. എന്നാൽ ഇത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്ന ഒരു ദൈവ ആത്മാവിനെ കുറിച്ച് ദൈവവചനത്തിൽ പറയുന്നു. അത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ശ്രമം കൊണ്ട് നമുക്ക് ഈ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ ശരീരം എന്താണോ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അതിനെ തടയുവാൻ നമ്മുടെ സ്വയശ്രമം കൊണ്ട് സാധ്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ഇത് സാധ്യമാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ഈ ശരീരത്തിൻ്റെ പ്രവർത്തികൾ മരിക്കും. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ശരീരത്തെ അല്ല ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. എന്നാൽ ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവ സാന്നിധ്യത്തിൽ ജീവിപ്പാൻ ആഗ്രഹമുണ്ടോ? സ്വർഗത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജീവിപ്പാൻ ആഗ്രഹമുണ്ടോ? ദേഹി മണ്ഡലത്തിൽ വരുന്ന ചിന്തകൾ, അവിടെ പരിച്ഛേദന ആവശ്യം ഹൃദയത്തിൻ്റെ, അത് പരിശുദ്ധാത്മാവ് ചെയ്യും. ഹൃദയത്തിന് വിശുദ്ധീകരണം ആവശ്യം, അത് പരിശുദ്ധാത്മാവ് ചെയ്യും. ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കണം, അതും പരിശുദ്ധാത്മാവ് ചെയ്യും. ഹല്ലേലൂയ. ഇറ്റ്സ് ഓൾ ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് ഈ പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹോളി സ്പിരിറ്റിനെ ദുഃഖിപ്പിച്ചാൽ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് നിയന്ത്രിപ്പാൻ കഴിയത്തില്ല, ശരീരത്തിൻ്റെ പ്രവർത്തികളെ നിയന്ത്രിപ്പാൻ കഴിയത്തില്ല. നിങ്ങളുടെ ലൈഫ് വഷളായി പോകും. കാരണം ഈ കർത്താവിലേക്ക് വരുന്നതിന് മുമ്പ് പിശാച് നിങ്ങളുടെ ദോസ്തായിരുന്നു. എന്നാൽ കർത്താവിൽ വന്നതിന് ശേഷം ഇന്ന് പിശാച് നിങ്ങളുടെ ദോസ്തല്ല, നിങ്ങളുടെ എനിമിയാണ്, നിങ്ങളുടെ ശത്രുവാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ശരീരത്തെ അനുസരിച്ച് നടക്കുന്നത്, അപ്പോൾ പിശാചിന് നിങ്ങളെ പിടിക്കാൻ വേണ്ടി കിട്ടുകയാണ്. ഹല്ലേലൂയ. പണ്ട് അവൻ ദോസ്തായിരുന്നു, അതുകൊണ്ട് അതുപോലെ അറ്റാക്ക് ചെയ്യത്തില്ലായിരുന്നു. ഇന്ന് ശത്രുവായതുകൊണ്ട് എങ്ങനെയോ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പിശാച് അവസരം നോക്കും. എന്നാൽ നമ്മൾ ആത്മാവിൽ ജീവിക്കുമ്പോൾ പിശാചിന് നമ്മളെ തൊടാൻ പറ്റത്തില്ല. എന്നാൽ നമ്മൾ ശരീരത്തിലേക്ക് പോകുമ്പോഴാണ് പിശാചിന് നമ്മളെ സ്വാധീനിക്കുവാൻ അവസരം കിട്ടുന്നത്. അതുകൊണ്ട് എന്നും എപ്പോഴും ആത്മാവിൽ തന്നെ തുടരണം, ആത്മാവിൽ തന്നെ ജീവിക്കണം. നിങ്ങൾ ആത്മാവിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം സമാധാനം കൊണ്ട് നിറയും, സന്തോഷം കൊണ്ട് നിറയും. നിങ്ങൾ ആത്മാവിലായിരിക്കുമ്പോൾ പിശാച് നിങ്ങളുടെ കാൽക്കീഴിലായിരിക്കും, നിങ്ങളുടെ തലയുടെ മുകളിൽ വരത്തില്ല. ഓ, നിങ്ങൾ ആത്മാവിലായിരിക്കുമ്പോൾ നിങ്ങൾ വാഴുന്നവരായിത്തീരും. യു ഷാൽ റെയിൻ ഇൻ ലൈഫ്. നിങ്ങൾ ജീവനിൽ വാഴും. ഹല്ലേലൂയ. ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ആത്മാവിൽ ജീവിക്കുന്നവരാകണം. ഹല്ലേലൂയ. സോ ശരീരത്തിൻ്റെ പ്രവർത്തികളെ ആരാണ് മരിപ്പിക്കുന്നത്? ഹൃദയത്തിൽ ആരാണ് പരിച്ഛേദന നൽകുന്നത്? പരിശുദ്ധാത്മാവ്. ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ്. ഇതെല്ലാം ഒരു വിശ്വാസിയിൽ പരിശുദ്ധാത്മാവാണ് ഈ പ്രവർത്തികൾ ചെയ്യുന്നത്. ആകയാൽ ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. റോമാലേഖനം 8:26 ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലയോ? ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം, പക്ഷെ വേണ്ട പോലെ പ്രാർത്ഥിക്കേണ്ടത് അറിയത്തില്ല. നമുക്കെല്ലാം പ്രാർത്ഥിക്കാൻ അറിയാം, എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ അറിയാം, എല്ലാ മനുഷ്യനും പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല പറയുന്നവരും ആപത്ത് വരുമ്പോൾ ഭഗവാനേ, ദൈവമേ, ഈശോയെ എന്തൊക്കെയൊക്കെ വിളിച്ചവരെന്താ ചെയ്യും? അവർ പ്രാർത്ഥിക്കും.
പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ലെന്ന് പറയുന്ന പാർട്ടികളെല്ലാം മരണമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും പ്രാർത്ഥിക്കും. പക്ഷെ പ്രശ്നം എന്താണ്? വേണ്ടുന്ന വണ്ണം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. What we ought to pray, എങ്ങനെ പ്രാർത്ഥിക്കണം, വേണ്ടുന്ന വണ്ണം പ്രാർത്ഥിക്കേണ്ടത് അറിയത്തില്ല. അത് നമ്മുടെ ബലഹീനതയാണ്. ആമേൻ. അതുകൊണ്ട് നമ്മൾ കൂടുതലും നമ്മുടെ പ്രാർത്ഥന വേണ്ടാത്തത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കുന്നുണ്ടോ? ഭയങ്കര പ്രാർത്ഥനയാ. പക്ഷെങ്കിൽ പ്രാർത്ഥിക്കാൻ ആവശ്യമില്ലാത്തതായിരിക്കും നമ്മൾ മുട്ടിക്കൊണ്ടിരിക്കുന്നത്, ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത്. അത് ഓൾറെഡി കർത്താവ് ഗ്രാൻഡ് ചെയ്തിരിക്കുന്നതായിരിക്കും. അത് ചോദിക്കേണ്ട ആവശ്യമില്ലാത്തതായിരിക്കും. നമ്മളിത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ ആത്മസ്നാനം പ്രാപിക്കുന്നതിന് മുമ്പ് എത്ര സബ്ജക്റ്റുകൾ വെച്ച് പ്രാർത്ഥിക്കാതിരുന്നാലും 10-15 മിനിറ്റ് ആകുമ്പോൾ എൻ്റെ പ്രാർത്ഥന തീർന്നു പോകുമായിരുന്നു. ചെറുപ്രായത്തിലെ 13-14 വയസ്സിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. എന്നാൽ ആത്മസ്നാനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സബ്ജക്റ്റും പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ മനസ്സിലില്ലെങ്കിലും, മനസ്സ് ബ്ലാങ്ക് ആണെങ്കിലും, ഒന്നും ഒരു സബ്ജക്റ്റ് ഇല്ല പ്രാർത്ഥിക്കാൻ വേണ്ടി, പറയാൻ വേണ്ടി. പ്രാർത്ഥന തുടങ്ങുമ്പോൾ കഴിഞ്ഞ് നിർത്താൻ വയ്യാത്ത പോലെ ഈ സബ്ജക്റ്റ് അങ്ങ് വരും. ഇതാര തരുന്നതാ? ഹോളി സ്പിരിറ്റ്. ആത്മസ്നാനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത പ്രെയർ ലൈഫാണ്. അത് 15 മിനിറ്റ് എന്നുള്ളത് അത് 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ അധികം ഇരിക്കുന്തോടും പിന്നെ പ്രാർത്ഥന നിർത്താൻ തോന്നത്തില്ല. ഹല്ലേലൂയ. പലപ്പോഴും ശുശ്രൂഷയ്ക്കൊക്കെ വരുന്നതിന് മുമ്പ് ആ പോകാൻ വേണ്ടി മീറ്റിംഗ് തുടങ്ങാൻ സമയമാകുമ്പോഴായിരിക്കും നല്ല ഒരു കണക്ഷൻ കിട്ടുന്നത്. അന്നേരം ആ പ്രാർത്ഥന നിർത്തിയിട്ട് മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കാൻ പോകാൻ തോന്നത്തേ ഇല്ല. പിന്നെ സമയം ഓർത്തെന്ത് ചെയ്യും? ബന്ധപ്പെട്ടാണ് പ്രാർത്ഥന നിർത്തിയിട്ട് മീറ്റിങ്ങിലേക്ക് പോകുന്നത്. കർത്താവുമായിട്ടുള്ള ആ ഒരു കൂട്ടായ്മയിൽ, ആ പ്രസൻസിൽ ഇരുന്ന അതുപോലെ ഒരു സുഖം അത് സ്റ്റേജിൽ നിന്ന് 10,000 കണ്ട് മുമ്പ് നിന്ന് ശുശ്രൂഷിക്കുമ്പോഴും ആ സുഖം കിട്ടത്തില്ല. ഇത് നമുക്ക് ആ സാന്നിധ്യത്തിൽ മാത്രമേ കിട്ടത്തുള്ളൂ. മനുഷ്യരെല്ലാവരും നമുക്ക് സ്തുതി പാടിയാലും നമുക്ക് ആ സുഖം കിട്ടത്തില്ല. ആ സാന്നിധ്യത്തിൽ മാത്രമാണ് നമുക്ക് ആ സുഖം കിട്ടുക. ആകയാൽ ഹല്ലേലൂയ, എങ്ങനെ വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത്. ആകയാൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ നിങ്ങളുടെ പ്രെയർ ലൈഫ് തകർന്നു പോകും. ഒത്തിരി വിശ്വാസികളുടെ പ്രെയർ ലൈഫ് നിന്ന് പോകുവാൻ കാരണം, പ്രാർത്ഥിക്കാൻ കഴിയാത്തതിന് കാരണം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ കോപ്പറേഷൻ നിങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങൾക്ക് ലഭിക്കാത്തത് കൊണ്ടാണ്. യു നീഡ് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ടു പ്രേ ആസ് യു ഷുഡ് പ്രേ, ആസ് യു ഓട്ട് ടു പ്രേ. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട വണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതിന് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. ഒന്ന് കരമുയർത്തി എത്ര പേർ സഹായം ചോദിക്കും? ആദ്യം ഒന്ന് പറ, വേണ്ടുപോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്നൊന്ന് സമ്മതിക്കുക. വേണ്ടുപോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്ന് ആദ്യം സമ്മതിക്കുക. പിന്നെ സഹായം ചോദിക്കുക. ഐ നീഡ് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ടു പ്രേ, ടു പ്രേ. പ്രാർത്ഥിപ്പാനായി എന്നെ സഹായിക്കണമേ. ആദിമ സഭയുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ചു, പരിശുദ്ധാത്മാവ് ഭരിച്ചു. പരിശുദ്ധാത്മാവ് ഭരിച്ചതിൻ്റെ റിസൾട്ടായി ഫെലോഷിപ്പ്, പ്രെയർ, ഫെലോഷിപ്പ്, വിറ്റ്നസ്. ആമേൻ. അവർക്ക് ഒരുമിച്ചുള്ള പ്രാർത്ഥനയുണ്ടായിരുന്നു, കൂട്ടായ്മയുണ്ടായിരുന്നു. അടുത്ത് അവരെല്ലാവരും കർത്താവിന് സാക്ഷിയാകുമായിരുന്നു. ശുശ്രൂഷകന്മാർ മാത്രമല്ല, വിശ്വസിച്ച സകലരും. ആമേൻ. അവർ സകലയിടത്തും പോയി ജാതി നോക്കാതെ, ഭാഷ നോക്കാതെ, മതം നോക്കാതെ സകലരോടും യേശു ക്രിസ്തുവിന് സാക്ഷിയായി. ഹല്ലേലൂയ. അത് സാക്ഷിയാക്കി നമ്മളെ തീർക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞു വസിച്ചാൽ നിങ്ങൾക്ക് സാക്ഷിയാകാതിരിക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 3:18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു.
നമ്മൾ നടക്കേണ്ട ട്രാൻസ്ഫോർമേഷൻ യേശു ക്രിസ്തുവിനോട്, അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ വേണ്ടി നമ്മെ വിളിച്ചിരിക്കുകയാണ്. എന്നാൽ ആ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ആ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഇറ്റ് ഇസ് ദ ഹോളി സ്പിരിറ്റ് ഹു ട്രാൻസ്ഫോം യു ഇൻ ടു ദ ഇമേജ് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട്, സാദൃശ്യത്തോട് നമ്മെ അനുരൂപമാക്കി മാറ്റുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഇറ്റ്സ് ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ആകയാൽ ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിട്ട് നിങ്ങൾ ആത്മസ്നാനം പ്രാപിച്ചിട്ടില്ലെങ്കിൽ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ, നിങ്ങളിൽ ഈ വചനത്തിൽ പറയുന്ന ഒരു കാര്യവും സംഭവിക്കത്തില്ല. ലേഖനങ്ങളിലുടനീളം നിങ്ങൾ വായിക്കുന്ന ശ്രേഷ്ഠമേറിയ ക്രിസ്തുവിലുള്ള ജീവിതം നിങ്ങൾക്ക് അനുഭവമാകണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. നിങ്ങൾ ഒത്തിരി തിയറി പഠിച്ചിട്ടുണ്ടായിരിക്കും, അത് പ്രാക്ടിക്കലായി നിങ്ങൾക്കത് അനുഭവമാകണോ, അത് ഹോളി സ്പിരിറ്റിനാൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. ഇറ്റ്സ് ബൈ ദ ഹോളി സ്പിരിറ്റ്, ഇറ്റ്സ് ബൈ ദ ഹോളി സ്പിരിറ്റ്, ഇറ്റ്സ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നടന്നു കഴിഞ്ഞു, ദേഹിയുടെ വീണ്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നടക്കുവാൻ പോകുന്നു. ഈ ശരീരത്തിനൊരു വീണ്ടെടുപ്പുണ്ട്. ഈ ശരീരത്തിനൊരു തേജസ്കരണം നടക്കാൻ പോകുന്നു. ഹല്ലേലൂയ. അതിനു വേണ്ടി ഉള്ള മുദ്രയാണ്, ആ നാളിന് വേണ്ടി ഉള്ള മുദ്രയാണ് പരിശുദ്ധാത്മാവ് എന്ന് വെച്ചാൽ, ആ കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ ഈ ശരീരത്തിലൊരു രൂപാന്തരം സംഭവിക്കുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ്. ആരുടെ മേലൊക്കെ ഈ മുദ്ര പതിച്ചിട്ടില്ലയോ അവരിൽ ഈ തേജസ്കരണം നടക്കാൻ പോകുന്നില്ല. ആമേൻ. കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ തേജസ്കരണം ആരിലൊക്കെ നടക്കണമോ അവരിൽ പരിശുദ്ധാത്മാവ് വസിച്ചിരിക്കണം. കാരണം ഈ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ശരീരത്തെ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവന് ലഭിച്ച ആത്മശരീരം പോലെ തേജസ്സേറിയതായ ഒരു ശരീരം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ നടക്കുന്നത് ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനത്താലാണ്. ആകയാൽ ഈ ആത്മാവിനെ നമ്മളുടെ ശരീരത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ശരീരത്തെ വീണ്ടെടുപ്പ് നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്ന ഈ മുദ്ര ഹോളി സ്പിരിറ്റ് ആണ്. നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച വിശ്വാസം ജെനുവിനാണെന്നുള്ളതിൻ്റെ സൈനാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് വസിക്കുന്നത്. നിങ്ങൾ ദൈവമക്കളായി എന്നുള്ളതിൻ്റെ ഉറപ്പാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് ആവസിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളിൽ നിന്നുള്ള റെസ്പോൺസ്, ലോർഡ് ഐ ബിലീവ്, യേശുവേ ഞാൻ വിശ്വസിക്കുന്നു അങ്ങൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, അങ്ങയുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതിന് കർത്താവിനെ സ്വീകരിച്ച് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ, നിങ്ങൾ ദൈവ പൈതലായതിൻ്റെ, നിങ്ങൾ പുത്രത്വത്തിന് അവകാശിയായതിൻ്റെ ആമേൻ തെളിവാണ് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പുത്രത്വത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വന്ന് ആവസിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് ആവസിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത്, നിങ്ങളുടെ സ്പിരിറ്റിൽ ആമേൻ ഈ ആത്മാവ് സംസാരിക്കും. യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, യു ആർ എ ചൈൽഡ്. ഈ സ്പിരിറ്റാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അകൽ ഈ പരിശുദ്ധാത്മാവിനെ കെടുത്തി കളഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ രക്ഷിക്കപ്പെട്ടതേ അല്ല. ഒന്നുകൂടെ സ്നാനപ്പെടണമെന്നൊക്കെ തോന്നും, ഒന്നുകൂടെ സമർപ്പിക്കണമെന്ന് തോന്നും. നിങ്ങൾക്ക് രക്ഷിക്കപ്പെട്ടതാണ്, ഇത്രയും നാൾ കർത്താവിനെ അറിഞ്ഞു, നിങ്ങൾ ആരാണ്, നിങ്ങൾക്കത് അനുഭവമാകത്തില്ല. നിങ്ങളോട് സംസാരിക്കുന്ന ഒരാളുണ്ട്. യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ മകനാ, നീ ദൈവത്തിന്റെ മകനാണെന്ന് സംസാരിക്കുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ, ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിട്ടുമാറിയാൽ നിങ്ങൾക്ക് ദൈവ പൈതൽ ആണെന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടു പോകും. പിന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ബൈബിളിൽ വായിക്കും യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, ബട്ട് യു വിൽ നെവർ എക്സ്പീരിയൻസ് ദാറ്റ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് അഷുറൻസ് തരുന്നത്, നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ, ഈ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിപ്പാൻ ആഗ്രഹമുണ്ടോ? It's by the Holy Spirit you can experience all the promises, all the blessings that is written in the word of God. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അനുഭവമായി തീരും പരിശുദ്ധാത്മാവിനാൽ. അതാത് നിങ്ങൾ ദിവസം എഴുന്നേറ്റ് നിൽക്കാം. We will pray. Thank you, Father. Thank you, Father. Thank you, Jesus. Thank you, Holy Spirit.
Thank you, Holy Spirit. ലോകത്തിൻ്റെ മോഹങ്ങളാലും ലോകത്തിൻ്റെ ചിന്തകളാലും നിങ്ങളുടെ മനസ്സ് വഷളായിരിക്കുന്നുവോ, നിങ്ങളുടെ മനസ്സിലൊരു രൂപാന്തരം വരുത്തുവാൻ ഈ ഹോളി സ്പിരിറ്റിന് സാധിക്കും. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ചേഞ്ച് ആകും, നിങ്ങളുടെ ഫോക്കസ് മാറും, നിങ്ങളുടെ ഡിസയർ എല്ലാം മാറും. നിങ്ങളുടെ ഇച്ഛ ലൗകികമായതിനു വേണ്ടി ആയിരിക്കത്തില്ല, സ്വർഗീയമായതിനു വേണ്ടി തിരിയും. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറഞ്ഞു വസിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിന് കൊടുക്കുന്ന വാല്യൂ പണത്തിന് കൊടുക്കുന്ന വാല്യൂവിന് മാറ്റം വരും. ഈ ലോകത്തിന് പണം ദൈവം പോലെയാണ്, എന്നാൽ ദൈവമക്കൾക്ക് യേശുവാണ് ദൈവം. ഹല്ലേലൂയ. പണം ഒരിക്കലും നമുക്ക് ദൈവമല്ല, പണം ഒരിക്കലും നമുക്ക് പേരൻസ് അല്ല, പണം ഒരിക്കലും നമുക്ക് ലൈഫ് പാർട്ട്ണറല്ല, പണം ഒരിക്കലും നമുക്ക് മക്കളല്ല. ഞാനിത് രാവിലെ സംസാരിച്ചതാണ്. ഒത്തിരി പുതുമുഖങ്ങളെ കാണുന്നതുകൊണ്ട് എനിക്ക് ഈ ഒരു സീസണിൽ ഇത് ബോഡി ഓഫ് ക്രൈസ്റ്റിനോട് പറയുവാൻ എൻ്റെ ഉള്ളിലൊരു ഭാരമായി ആത്മാവ് നൽകിയത് കൊണ്ട് ഞാനിത് റിപ്പീറ്റ് ചെയ്യുകയാണ്. പണത്തിൻ്റെ പേരിൽ മാതാപിതാക്കളുള്ള ബന്ധം, ഭാര്യ-ഭർതൃ ബന്ധം, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം സമ്പത്തിൻ്റെയും പണത്തിൻ്റെയും പേരിൽ തകരുന്ന ഒരു യുഗത്തിലാണ് നമ്മളായിരിക്കുന്നത്. അതിൻ്റെ കാരണം മാതാപിതാക്കളെ കഴിഞ്ഞും വലിയതാണ് അവരുടെ സമ്പത്തെന്നാണ് മക്കൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് സമ്പത്തിന് വേണ്ടി മാതാപിതാക്കളുമായി അടിയുണ്ടാക്കുന്നത്, അവരെ പുച്ഛിച്ച് പറയുന്നത്, അവരുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്യുന്നത്, അവരുമായി പിണങ്ങുന്നത്. ഹല്ലേലൂയ. സഹോദരങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു പണത്തിനും സമ്പത്തിൻ്റെ പേരിൽ, വസ്തുവിൻ്റെ പേരിൽ. അവരെ കഴിഞ്ഞും സഹോദരൻ കഴിഞ്ഞും കൂടുതൽ വാല്യൂ വസ്തുവിനും പണത്തിനും കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഭാര്യ-ഭർതൃ ബന്ധത്തിൽ പൈസയുടെ പേരിൽ, സാലറിയുടെ പേരിൽ അടിയുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പണത്തെ ആ പാർട്ട്ണറെ കഴിഞ്ഞും വലിയതായി കാണുന്നത് കൊണ്ടാണ് അതിൻ്റെ പേരിൽ അടിയുണ്ടാക്കുന്നതും പിണങ്ങുന്നതും. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗവൺ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ ആദിമസഭ പണത്തിന് കൊടുത്ത സ്ഥാനം പണത്തെ അവർ കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽപാദത്തിൽ വെച്ചു, പോക്കറ്റിൽ വെച്ചില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഇതിന് ഹൃദയത്തിലേക്ക് സ്ഥാനം കൊടുക്കാതെ ആവശ്യമുള്ളതായതുകൊണ്ട് ഇതിന് കൊടുക്കേണ്ട സ്ഥാനമേ ജീവിതത്തിൽ കൊടുക്കാവുള്ളൂ. അങ്ങനെ കൊടുത്താൽ സാന്നിധ്യം നിലനിൽക്കും. എന്നാൽ ഇതിനെ ഉയർത്തി ഉയർത്തി വലിയ പ്രേഷ്യസ് ആയിട്ട് നിങ്ങൾ ഇതിനെ ഉയർത്തുവാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ദൈവം നഷ്ടപ്പെടും. പണം നിങ്ങളുടെ കാണും. ദൈവം നഷ്ടപ്പെട്ടാൽ പിന്നെ നിങ്ങൾ കുഴയുവാൻ തുടങ്ങും, നിങ്ങൾക്ക് ജീവിപ്പാൻ കഴിയത്തില്ല. ലോകം പറയും പൈസ സേ ഭി മത്ലബ് ഹേ, ലേക്കിൻ ഹം ബോൽത്തെ ഹേ പരമേശ്വർ സേ മത്ലബ് ഹേ. ജീവിതത്തിന്റെ ആധാരം പണമാണെന്ന് ലോകം പറയുമ്പോൾ നമ്മൾ പറയും ജീവിതത്തിന്റെ ആധാരം ദൈവമാണ്, ഹോളി സ്പിരിറ്റ് ആണ്, ഹോളി സ്പിരിറ്റ് ആണ്, ഹോളി സ്പിരിറ്റ് ആണ്. ഇരു കരങ്ങളെ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ റിസ്റ്റോർ ആകട്ടെ.